ഓം നമോ നാരായണായ നമ. സ്വാമിയേ ശരണമയ്യപ്പ. നമസ്കാരം. എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും തൃപ്പാദമഠം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുകയും ചെയ്യുക. കൂടാതെ വീഡിയോ കാണുന്നവർ വീഡിയോ മുഴുവനായും കാണുവാൻ ശ്രമിക്കുക. തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ച ജാതകർക്ക് 2024 മാർച്ച് മാസത്തിൽ ജീവിതത്തിൽ വന്ന് ഭവിച്ചേക്കാവുന്ന നക്ഷത്ര മാസഫലം എങ്ങനെയൊക്കെ ജീവിതത്തിൽ സ്വാധീനിക്കും എന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. സ്ഥാനമാനങ്ങൾ നിലനിർത്താൻ കുറച്ചൊന്ന് ബുദ്ധിമുട്ടേണ്ടതായി വരുന്നൊരു സമയമാണ്. കലാകായിക മത്സരങ്ങളിലൊക്കെ വിജയം പ്രതീക്ഷിക്കാം. നല്ല വിജയത്തോടുകൂടി നിൽക്കാൻ സാധിക്കും. പക്ഷേ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കുവാൻ കുറച്ചൊന്ന് അല്ലെങ്കിൽ കഠിന പ്രയത്നം വേണ്ടി വരുന്ന സമയം കൂടിയാണ്. നിർമ്മാണത്തിനായി ഇറങ്ങുന്നവർക്ക് അതിലേക്കായുള്ള അനുകൂല സാഹചര്യങ്ങളൊക്കെ വന്നു ചേരും. ആ സാഹചര്യങ്ങളെന്ന് പറയുമ്പോൾ ധനകാര്യ സ്ഥാപനത്തിൻ്റെ സഹായം ഉണ്ടാകും. ധനകാര്യ സ്ഥാപനത്തിൻ്റെ സഹായത്തോടെ ഗൃഹനിർമ്മാണം പൂർത്തീകരിക്കുവാൻ സാധിക്കുമെന്നുള്ളതാണ്. മാതാപിതാക്കളെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ മുൻകൈയെടുക്കും. അവരെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് മുന്നോട്ടിറങ്ങി കാര്യങ്ങൾ ചെയ്യുവാനുള്ള സാഹചര്യങ്ങളുണ്ടാകും. വളരെ വൈകിയുള്ള ഉറക്കം മാറ്റിവെച്ചിട്ടുള്ള വാഹനയാത്രകൾ, അതായത് വാഹനത്തിൻ്റെ ഉപയോഗം, ഉറക്കമൊഴിഞ്ഞുള്ള വാഹനത്തിൻ്റെ ഉപയോഗം ഒഴിവാക്കേണ്ടതാണ്. കരൾ സംബന്ധമായ അല്ലെങ്കിൽ രക്തസമ്മർദ്ദ രോഗങ്ങളുടെ ശമനത്തിനായി വ്യായാമം അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ പ്രകൃതി ഭക്ഷണ രീതികളും ജീവിതത്തിൻ്റെ ചര്യകളിൽ ഭാഗമാക്കേണ്ടതുണ്ട്. ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധ വേണ്ട ഒരു സമയമാണിത്. ധനവ്യയം നടത്തുമ്പോൾ ശ്രദ്ധ വേണം. ചിലവ് ചുരുക്കിക്കൊണ്ടു പോകുവാൻ ശ്രമിക്കുക. ജീവിത യാഥാർത്ഥ്യങ്ങളെ ശരിക്ക് മനസ്സിലാക്കി ജീവിക്കുക. അതുവഴി മനസമാധാനം ഉണ്ടാകുമെന്നുള്ളതാണ്. പൂർവിക സ്വത്തല്ല കയ്യിൽ വരുവാൻ സാധ്യതയുണ്ട്. പൂർവികമായിട്ടുള്ള സ്വത്ത് കയ്യിൽ വരുവാൻ സാധ്യതയുണ്ട്. കൂടാതെ തന്നെ പൂർവികമായി കിട്ടിയ സ്വത്തിൽ ഗൃഹനിർമ്മാണം തുടങ്ങുവാനും സാധിക്കും ഈ സമയത്ത്. തൊഴിൽ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് മേലധികാരിയുടെ പ്രതിനിധിയായി അവർക്ക് പകരമായി പ്രവർത്തിക്കേണ്ടതായി വരും. അതുല്യ പ്രതിഭകളുടെ ആശയങ്ങൾ ജീവിതത്തിൽ പകർത്തുവാൻ തയ്യാറാകും. നടപടിക്രമങ്ങളിൽ കൃത്യത പാലിക്കുവാൻ തയ്യാറാകും. ആത്മാർത്ഥമായ പ്രവർത്തനങ്ങളാൽ സർവകാര്യ വിജയം നേടുവാൻ സാധിക്കും. മറ്റുള്ളവരുടെ സാഹചര്യങ്ങൾ മനസ്സിലാക്കി പെരുമാറുവാൻ ശ്രമിക്കുക. അതുവഴി പ്രശ്നങ്ങളെ വിലയിരുത്തുവാനും പ്രശ്നങ്ങൾ ഏത് രീതിയിലുള്ളതെന്ന് കണ്ട് മനസ്സിലാക്കുവാനും സാധിക്കുന്നതാണ്. ജീവിതത്തിൽ ചില കാര്യങ്ങൾ നഷ്ടമാകാതെ നോക്കണം. നഷ്ടമായാൽ തിരികെ ലഭിക്കണം എന്നില്ല. എന്ന് പറഞ്ഞാൽ ധനം, സ്വത്ത്, ബന്ധങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഏതായാലും നഷ്ടമായാൽ തിരികെ കിട്ടാൻ ബുദ്ധിമുട്ടുള്ളതായിരിക്കും. അതുകൊണ്ട് ആ കാര്യങ്ങളിലും ഒരു ശ്രദ്ധയുണ്ടായിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. വീഡിയോ ഇഷ്ടമായാൽ, ഉപയോഗപ്രദമാണെന്ന് തോന്നിയാൽ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ലൈക്ക് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായി രേഖപ്പെടുത്തുക. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ജഗദീശ്വരൻ നല്ലത് വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശുഭദിനം നേരുന്നു. നന്ദി, നമസ്കാരം.